Good morning, all. Good morning, Miss. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ എല്ലാവരും? ഡിസാസ്റ്റർ മാനേജ്മെന്റ് നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ. നീടൊക്കെ മനസ്സിലായില്ലേ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ടുള്ള ആവശ്യം എന്താണ് ഹോസ്പിറ്റലിലെ? പിന്നെ പ്രീ ഡിസാസ്റ്റർ ഫേസ്. ഡിസാസ്റ്ററിനെ 3 ഫേസുകളായി 3 ഘട്ടങ്ങളായി തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ പ്രീ ഡിസാസ്റ്റർ ഫേസ്, സെക്കൻഡ് വൺ ഡിസാസ്റ്റർ ഫേസ് അല്ലെ, ഡിസാസ്റ്റർ സംഭവിക്കുന്ന അല്ലെ, ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പീരീഡ്. നെക്സ്റ്റ് പറയുന്നത് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് അല്ലെ, ഡിസാസ്റ്റർ സംഭവിച്ചതിന് ശേഷമുള്ള ഘട്ടം അല്ലെ, സംഭവിച്ചതിന് ശേഷമുള്ള ആ സ്റ്റേജ് ആണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. നമ്മ പറഞ്ഞത് പ്രീ ഡിസാസ്റ്റർ ഫേസ് പറഞ്ഞു അല്ലെ. പോസ്റ്റ് പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് എന്ത് നടക്കുന്നത്? മോസ്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ് അല്ലെ, ഡിസാസ്റ്റർ സംഭവിച്ചാല് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പ്ലാനിങ്ങും ഇവാലുവേഷൻ ഒക്കെ നടത്തുന്നത് ഏത് ഘട്ടത്തിലാണ്? പ്രീ ഡിസാസ്റ്റർ ഫേസിൽ അല്ലെ. എന്താണ് വായിച്ചു നോക്കിയില്ല ആണോ? പ്രീ ഡിസാസ്റ്റർ ഫേസ്. കൂടാതെ എന്ത് കൊടുക്കുന്നുണ്ട്? സ്റ്റാഫുകൾക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ അല്ലെ, എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നത് ഏത് പീരീഡിലാണ്? പ്രീ ഡിസാസ്റ്റർ ഫേസിൽ അല്ലെ. മോക്ക് ഡ്രില്ലുകള്, ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ ഹൈപ്പോത്തറ്റിക്കൽ ഡ്രിൽ വർക്സുകള് അല്ലെ. പിന്നെ എന്താണ്? ട്രെയിനിങ് ഫോർ പ്രിപ്പയർഡ്നെസ് ഷുഡ് ഇൻക്ലൂഡ് അല്ലെ. ഡിസാസ്റ്ററിന്റെ തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള പരിശീലനത്തില് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? അത്രയല്ലേ മിസ് എടുത്തത് അല്ലേ? ബാക്കി എടുക്കാം. നമ്മൾ പറഞ്ഞത് പ്രീ ഡിസാസ്റ്റർ ഫേസ് അല്ലെ, പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് പ്ലാനിങ് നടക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ആ പ്ലാനിങ്ങില് ആസൂത്രണം ചെയ്യുന്ന ആ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്ന് നോക്കിയേ. പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്, ഫോർമേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. ഈ പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്ങിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും പഠിക്കുന്നുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചപ്പോ അവിടെ എന്ത് പഠിച്ചു? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെ. ഫാർമസി പഠിച്ചപ്പോ എന്ത് പഠിച്ചു? ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്മിറ്റി അല്ലെ. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ. പഠിച്ചോ? അപ്പൊ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പ്രീ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. അതായത് ഹോസ്പിറ്റലിലെ ഓരോ കാര്യങ്ങളെയും ബേസ് ചെയ്തിട്ട് എന്തുണ്ട്? അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാനും ആസൂത്രണം ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് അല്ലെ. ഉണ്ടോ? അപ്പൊ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൊരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം എന്ത് തീരുമാനിക്കുക? അവര് പ്ലാൻ ചെയ്യൂ അല്ലെ. പ്ലാൻ ചെയ്യോ? ആ പ്രോഗ്രാം എത്രത്തോളം സക്സസ് ആക്കാൻ കഴിയും അല്ലെ, വിജയകരമാക്കാൻ കഴിയും, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം അല്ലെ. ഫുഡ് അല്ലെ, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഫസ്റ്റ് ആ വരുന്ന ഗസ്റ്റുകളെ സ്വീകരിക്കുന്നത് മുതൽ അല്ലെ, ആ
എന്താണ് ആ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത് വരെയുള്ള അവസാനിപ്പിക്കുന്നത് വരെയുള്ള A to Z കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യോ? അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ അല്ലെ, ആ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരൊരു കമ്മിറ്റി രൂപീകരിക്കുക. ജസ്റ്റ് ആ ഒരു പ്രോഗ്രാം കഴിയുന്നത് വരേക്കും മാത്രം അല്ലെ, ഗസ്റ്റുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട്, ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, റീഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ, ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവിടെ വരുന്ന ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടോ? ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ കമ്മിറ്റി രൂപീകരിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് വേണം? നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെ, ഓരോ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണോ? അപ്പൊ നോക്കിയേ, നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, മെമ്പേഴ്സ് ഇൻക്ലൂഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ആരെയൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഫസ്റ്റ് വരുന്നത് ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തിനു വേണ്ടിയിട്ട്? പ്രവർത്തനങ്ങള് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള് കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള അംഗങ്ങള്, പ്രതിനിധികൾ ഉണ്ടായിരിക്കും. രണ്ടാമത് വരുന്നത് മെമ്പേഴ്സ് ഫ്രം ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡ് അല്ലെ, മാനേജ്മെന്റ് ബോർഡിൽ നിന്നുള്ള ആളുകൾ വേണോ? ഒരു കമ്മിറ്റി രൂപീകരിക്കുമോ? വേണോ? ഇവർക്ക് ഫണ്ടുകൾ ആസൂത്രണം ചെയ്യുന്ന, ഫണ്ടുകൾ അനുവദിച്ചു കൊടുക്കുന്നത് അല്ലെ, അതൊക്കെ ചെയ്യുന്നത് ആരാ? മാനേജ്മെന്റ് ഭാഗത്ത് നിന്നാണോ അതിനുവേണ്ടി അനുമതി കൊടുക്കുന്നത്, പെർമിഷൻ കൊടുക്കുന്നത്? അപ്പൊ ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുന്നതൊക്കെ മാനേജ്മെന്റ് ആയിരിക്കും അല്ലെ. നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ സാധാരണയിൽ കൂടുതൽ പേഷ്യൻസ് വരുമല്ലോ. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ വേണം അല്ലെ, ഫെസിലിറ്റീസ് വേണം അല്ലെ, സ്ഥലം വേണം അല്ലെ, ഒരുപാട് കാര്യങ്ങൾ വേണ്ടേ? അപ്പൊ ഇതൊക്കെ ഇവർക്ക് നൽകണമെങ്കിലോ മാനേജ്മെന്റിന്റെ ഒരു അനുമതി വേണ്ടേ? നമുക്ക് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പെർമിഷൻ വേണ്ടേ? അപ്പൊ ആര് വരുന്നുണ്ട്? നെക്സ്റ്റ് മാനേജ്മെന്റ് ബോർഡിൽ നിന്നുള്ള അംഗങ്ങള് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ദ ചീഫ് ഹെഡ്സ് ഓഫ് വേരിയസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമ്മുടെ വേരിയസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഹെഡുകള്, ചീഫുകള്. നമുക്കറിയാം പല പേഷ്യൻസും വരുന്നുണ്ട് അല്ലെ, ചിലപ്പോ കാർഡിയാക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാകാം അല്ലെ, അല്ലെങ്കിൽ അവരെ നെർവിലായിരിക്കാം, നെർവ് സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കും അവർക്ക് വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ എന്താണ്, ഹെഡ് ഇഞ്ചുറീസ് ആയിരിക്കാം അല്ലെ, ആണോ? ന്യൂറോ റിലേറ്റഡ് ആയിരിക്കാം. അപ്പൊ ഇവിടെ നിന്ന് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഡോക്ടേഴ്സ് വേണ്ടേ, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നെക്സ്റ്റ് വരുന്നത് ആരാ? ചീഫ്സ് ഹെഡ് ഓഫ് വേരിയസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് വരുന്നത് ദ ചീഫ്സ് ഹെഡ് ഓഫ് വേരിയസ് ആൻസിലറി ഡിപ്പാർട്ട്മെന്റ്. ആൻസിലറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പല ചാപ്റ്റേഴ്സിലും പഠിച്ചിട്ടുണ്ട് ആൻസിലറി ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ, നമ്മുടെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാ? ബ്ലഡ് ബാങ്ക്, ലബോറട്ടറി, റേഡിയോളജി, ഫാർമസി അല്ലെ. അപ്പൊ ഈ ലാബുകളിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് അല്ലെ, അല്ലെങ്കിൽ ലബോറട്ടറി, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഹെഡ്മാരെന്തിൽ ഉണ്ടായിരിക്കും? നമ്മുടെ മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ദ ചീഫ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഓർ മാട്രോ, അതായത് ഹെഡിനെ പറയുന്നതാണ് മാട്രോ. അപ്പൊ ചീഫ് നഴ്സ് സൂപ്രണ്ടന്റ് ഉണ്ടായിരിക്കും അല്ലെ. നഴ്സുമാരുടെ ഹെഡ് എന്തിലുണ്ടായിരിക്കും? ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയില്
ഉണ്ടായിരിക്കും. നഴ്സുമാരുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുക, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള നഴ്സുമാരെ കൊടുക്കുക, എന്താണ് അവിടുത്തെ പ്രവർത്തനം വേണ്ട നഴ്സുമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതൊക്കെ ആരാ? നഴ്സിംഗ് സൂപ്രണ്ട് അല്ലേ? നിയമിക്കുന്നതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും. ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ്, ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ICU, ലേബർ റൂം അല്ലെ. അപ്പൊ ആര് വേണം ഇതില്? നഴ്സുമാർക്കൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആരാ? നഴ്സിംഗ് സൂപ്രണ്ട് അല്ലേ? ഹെഡ് അല്ലേ? അപ്പൊ നഴ്സിംഗ് സൂപ്രണ്ടന്റ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗമായിരിക്കും. നെക്സ്റ്റ് എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നെക്സ്റ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ഇവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ വാങ്ങുന്നതിന്, എക്യുപ്മെന്റുകൾ വാങ്ങുന്നതിന്, ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് അതിനുവേണ്ട പേയ്മെന്റ് നടത്തുന്നതിനൊക്കെ എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ദ സ്റ്റോഴ്സ് ആൻഡ് സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ സപ്ലൈ ചെയ്യുന്നത് എവിടെ നിന്നാ? സ്റ്റോഴ്സിൽ നിന്നല്ലേ? ഹോസ്പിറ്റലിലെ സ്റ്റോറുകളിൽ നിന്നല്ലേ? മെഡിക്കൽ സ്റ്റോർ അല്ലെ, ജനറൽ സ്റ്റോഴ്സ്, ഡയറ്ററി സർവീസുകളുടെ സ്റ്റോഴ്സ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ആളുകള് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ദ ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഡിസാസ്റ്റർ കമ്മിറ്റിയിൽ ഹോസ്പിറ്റലിലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതായത് കൺസ്ട്രക്ഷനുമായി ബേസ് ചെയ്ത ആളുകള് അംഗങ്ങളാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അപ്പൊ നമ്മൾ ഇത്രയും പേര് പറഞ്ഞത് നമുക്ക് പറയാം അല്ലെ. ഇന്ന എക്യുപ്മെന്റുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? മെയിൻ്റനൻസ് നടത്തണം അല്ലെ. അപ്പൊ നമുക്കറിയാം, നമുക്ക് സാധാരണയിൽ കൂടുതൽ പേഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ എന്താണ് അഡീഷണൽ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ നമുക്ക് വാർഡുകളൊക്കെ ആക്കി തിരിക്കേണ്ടി വരും അല്ലെ. പേഷ്യൻസ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്താണ് നമ്മുടെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഇരിക്കുന്ന വെയിറ്റിംഗ് റൂംസുകൾ അല്ലെ, വെയിറ്റിംഗ് റൂംസുകള്, അതല്ലെങ്കിൽ എന്താണ് നമുക്ക് റിലാക്സ് ചെയ്യുന്ന ഏരിയാസ് അല്ലെ, എന്തായി മാറ്റേണ്ടി വരും? വാർഡുകളായിട്ടോ അതല്ലെങ്കിൽ പേഷ്യൻസിന്റെ എന്താണ് കെയർ, പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൂമുകളാക്കി തിരിക്കേണ്ടി വരും. അപ്പൊ അതിനാര് വേണം? എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ആളുകൾ വേണ്ടേ? എങ്ങനെയൊക്കെ അത് ചെയ്യാം അല്ലെ, ഇങ്ങനെയൊക്കെ അത് പ്രാവർത്തികമാക്കാം. ഇപ്പൊ നമുക്ക് അറിയാം, കൊറോണ നിപ്പ വന്നപ്പോഴെന്ത് ചെയ്തു? ചിലപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്കൂളുകള് അല്ലെ, പിന്നെ എന്താണ് മുനിസിപ്പൽ ഹാളുകളൊക്കെ ഉണ്ടാക്കി തിരിച്ച് കൊറോണ വന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതിനുള്ള ഒരു ഹോസ്പിറ്റൽ പോലെ അല്ലെ, ടെമ്പററി ഹോസ്പിറ്റലുകളാക്കി തിരിച്ചോ? ഹോസ്പിറ്റൽ, ഒരു ടെമ്പററി ഒരു ഹോസ്പിറ്റൽ അല്ലെ, ആ ഒരു കുറച്ച് നാളത്തേക്ക് ഹോസ്പിറ്റൽ കെയർസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ എന്ത് വേണം? നമുക്ക് ഇങ്ങനെ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ മോർ ബെഡ്സുകൾ ആവശ്യമായിട്ട് വരും അല്ലെ, പ്ലേസ്, സ്ഥലങ്ങൾ ആവശ്യമായിട്ട് വരില്ലേ? അപ്പൊ അതൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ആളുകള് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. നെക്സ്റ്റ് ദ പബ്ലിക് റിലേഷൻ ആൻഡ് ലൈസൺ ഓഫീസർ. എന്താണ്? പബ്ലിക് റിലേഷനിൽ നിന്നോ അല്ലെങ്കിൽ ലൈസൺ ഓഫീസർ എന്തുണ്ടായിരിക്കും? നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. ഈ ലൈസൺ ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഒക്കെ ഡ്യൂട്ടീസ് എന്താണ്? പബ്ലിക് റിലേഷൻ എടുത്തോ, ചാപ്റ്റർ എടുത്തോ നിങ്ങൾക്ക്? കസ്റ്റമർ സർവീസ് അല്ലേ അവര്? കസ്റ്റമർ സർവീസ് അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പൊ എന്താണ് അവിടെ വരുന്ന പേഷ്യൻസിന് അല്ലെ, അവരെ ഇൻഫർമേഷൻസ് കൊടുക്കുക അല്ലെ, അവരെ നീഡ്സുകൾ അറിയാം അല്ലെ, അവരെ സാറ്റിസ്ഫൈഡ് ആക്കാം. അതിനൊക്കെ വേണ്ടിയിട്ട് പേഷ്യൻസും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അല്ലെങ്കിൽ ഹോസ്പിറ്റലും തമ്മിലുള്ള ആ റിലേഷൻ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് റിലേഷനും ലൈസൺ ഓഫീസിൽ നിന്നുള്ള ആളുകള് ഇതിലെ മെമ്പേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് ദ ചീഫ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ
സെക്യൂരിറ്റി സ്റ്റാഫുകളിലെ ഹെഡ് ചീഫ് എന്തുണ്ടായിരിക്കും? ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗമായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? സെക്യൂരിറ്റി സ്റ്റാഫ് ഇതിൽ അംഗമായിരിക്കുന്നത്. നമുക്കൊക്കെ സെക്യൂരിറ്റി സ്റ്റാഫ് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ ഓവർ ക്രൗഡ് മാനേജ് ചെയ്യണോ? കൺട്രോള് ചെയ്യണം അല്ലെ? ആ സമയത്തൊക്കെ ഒരുപാട് തിരക്കുണ്ടാവുക അല്ലെ? ചിലപ്പോ പബ്ലിക്കിൽ നിന്നുള്ള ആളുകൾ തന്നെ ഇൻഫോർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ടോ? എന്തെങ്കിലും ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല് മീഡിയാസ് വരും അല്ലെ? മീഡിയാസ് വരും ഹോസ്പിറ്റലിൽ അല്ലെ? പിന്നെ കൂടാതെ എന്താണ്? VIP വരും, മന്ത്രിമാര്, MLA അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് വരും. പിന്നെന്താണ്? ഒരുപാട് ആംബുലൻസ് വരും അല്ലെ? പേഷ്യൻസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് വെഹിക്കിൾസ് വരും ഹോസ്പിറ്റൽ കോമ്പൗണ്ട്സിലേക്ക്. അപ്പൊ ഈ ഒരു തിരക്ക് കൺട്രോൾ ചെയ്യണ്ടേ, മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ? എല്ലാവർക്കും വേണ്ട സുരക്ഷിതത്വം ഉറപ്പാക്കണം. അതിനു വേണ്ടിയിട്ട് ദ ചീഫ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ദി ഹോസ്പിറ്റൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗമായിരിക്കും. നെക്സ്റ്റ് ദ സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? ക്ലീനിങ് പർപ്പസ് വേണല്ലേ? ഇൻഫെക്ഷൻസ് വരാത്ത രീതിയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻസ് വരാത്ത രീതിയിൽ അല്ലെ ഹോസ്പിറ്റലിലെ ക്ലീനിലെ ശുചിത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ആളുകള് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ സാധാരണ വരുന്ന ആളുകളിൽ കൂടുതൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാല് നമ്മുടെ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? നീറ്റായിട്ട് കിടക്കോ? ടോയ്ലറ്റ്, നമ്മുടെ വീട്ടിലേക്ക് ഹാള്, റൂമുകള് ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഓരോ വൃത്തിഹീനമാവും അല്ലെ? പെട്ടെന്ന് തന്നെ അഴുക്കാവും അല്ലെ? അപ്പൊ ഹോസ്പിറ്റലില് ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് അവിടെ അഴുക്കാവുമല്ലോ. അപ്പൊ അതെന്ത് ചെയ്യണം? സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അല്ലെ? എന്തേ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള സ്റ്റാഫുകള് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. ഹോസ്പിറ്റൽ കിച്ചൺ ഓർ ഡയറ്ററി സർവീസ്. എന്താണ്? പേഷ്യൻസിന് ഫുഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറ്ററി സർവീസിൽ നിന്ന് അവർക്ക് വേണ്ട ഫുഡുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ്? കിച്ചൺ ഓർ ഡയറ്ററി സർവീസുകളിൽ നിന്നുള്ള ആളുകള് ഇതിൽ അംഗങ്ങളായിരിക്കും. നെക്സ്റ്റ് ദ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്. ഇഫ് പ്രസന്റ് ഒരു ഹോസ്പിറ്റലില് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പേഴ്സൺസ്, ഓതറൈസ്ഡ് പേഴ്സൺസ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയില് അംഗങ്ങളായിരിക്കും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ സോഷ്യൽ വെൽഫെയർ MSW കഴിഞ്ഞ ആളുകളൊക്കെ ഇല്ലേ? മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് അല്ലേ? അവരൊക്കെ നമ്മുടെ ഹോസ്പിറ്റലില് ജോലിക്ക് കയറാറുണ്ട് ഇല്ലേ? സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട്, ഹോസ്പിറ്റലിലെ വെൽഫെയർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇവരുടെ ഡ്യൂട്ടീസ് എന്താണ്? ഹോസ്പിറ്റലിലെ ഈ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്താണ്? പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും എന്തു കൊടുക്കുക? സോഷ്യൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക അല്ലെ? സാമ്പത്തിക പ്രശ്നങ്ങള് അല്ലെ? അല്ലെങ്കിൽ ഇമോഷണലി അല്ലെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്ന, ഒരു കൈത്താങ്ങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഹോസ്പിറ്റലിൽ പ്രസന്റ് ആണെങ്കിൽ ഫാമിലി മെമ്പർ പോലെ തന്നെ നമ്മുടെ വിഷമങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് അതിന് വേണ്ട അഡ്വൈസുകളൊക്കെ തരുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അതല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്താണ്? അവരൊക്കെ ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? മറ്റുള്ള ഏജൻസികളെ അല്ലെ സഹായങ്ങൾ കൊടുക്കുന്ന അല്ലെ സർവീസുകൾ കൊടുക്കുന്ന ആളുകളൊക്കെ ബന്ധപ്പെട്ട് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാറുണ്ടോ? ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാറുണ്ടോ? അപ്പൊ സപ്പോർട്ട് കൊടുക്കും അല്ലെ? അപ്പൊ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ പ്രസന്റ് ആണെങ്കിൽ
എന്താ അതിൽ നിന്നുള്ള ഓതറൈസ്ഡ് പേഴ്സൺസ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗമായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ യൂണിയൻസ് അല്ലെ. ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള യൂണിയൻസ് ഉണ്ട് അല്ലെ. ഡോക്ടേഴ്സിന്റെ യൂണിയൻസ് ഉണ്ട്, നഴ്സുമാരുടെ യൂണിയൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്നുള്ള ആളുകള് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. ക്ലിയർ ആയോ? ഇതിനി ഓരോന്നും പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മിസ് കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞു തന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. നെക്സ്റ്റ് ഇനീഷിയേഷൻ ഓഫ് സെൻട്രൽ കമാൻഡ് സ്ട്രക്ചർ. അതായത് നമ്മുടെ സെൻട്രൽ കമാൻഡ് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുക, ഇനീഷിയേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ സെൻട്രൽ കമാൻഡ് സിസ്റ്റത്തിന് സ്ട്രക്ചറിനെ പറയുന്ന വേറൊരു പേരാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ICS ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ICS അടയാളപ്പെടുത്താം, ഇമ്പോർട്ടന്റ് ആണ്. ICS is a standardized approach. ICS എന്ന് പറയുന്നത്, ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ച് ആണ് അല്ലെ. To the command, control and coordination of emergency response, providing a common hierarchy within which responders from multiple agencies can be effective. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ, മിസ് പറഞ്ഞുതരാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഡിസാസ്റ്റർ ആണ്, അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളെയും കൂടി കുറച്ച് ഇൻക്ലൂഡ് ചെയ്ത മിസ്. ശ്രേണിപരമാണ് അല്ലെ, ഹൈറാർക്കി ആണ് അല്ലെ, കോമൺ ഹൈറാർക്കി ആണ്. എങ്ങനെ, എന്തുകൊണ്ടാണ് അതിന് കോമൺ ഹൈറാർക്കി എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു എമർജൻസി റെസ്പോൺസ് വന്ന്, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് ഒരു ഏജൻസി, ഒരു സെക്ഷൻ ആളുകൾ മാത്രമാണോ നമുക്ക് അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നത്? അല്ല അല്ലെ. ഒരുപാട് ഓർഗനൈസേഷൻ വരുന്നുണ്ട് അല്ലെ, ഒരുപാട് ഗ്രൂപ്പുകൾ വരുന്നുണ്ട് അല്ലെ, അവിടുത്തെ ആളുകൾ തന്നെ വരുന്നുണ്ട് അല്ലെ. ഒരുപാട് ആളുകൾ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ എന്താണ്, ഒരു ഡിസാസ്റ്റർ സംഭവിച്ച്, ഇപ്പൊ ഹോസ്പിറ്റൽ അല്ല, പുറത്താണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണ്, പുറത്താണ് നടന്നതെങ്കിലും ഒരുപാട് സംഘടനകള്, ഒരുപാട് ഗ്രൂപ്പുകള്, ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ് അല്ലെ വരുന്നുണ്ടോ? പബ്ലിക്കുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ച് ദി കമാൻഡ് അല്ലെ, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഈ വരുന്ന ഓരോ സംഘടനകളും, ഓരോ ഗ്രൂപ്പുകളും, ഓരോ പേഴ്സണും എന്ത് കൊടുക്കുന്നുണ്ട്? കമാൻഡ് കൊടുക്കുന്നുണ്ട് അല്ലെ. അടിയന്തര റെസ്പോൺസിന് വേണ്ട അല്ലെ, അടിയന്തര പ്രതികരണത്തിന് വേണ്ട കമാൻഡ് കൊടുക്കുന്നുണ്ടോ? നിർദ്ദേശങ്ങൾ കൊടുക്കുന്നില്ല അവര്? ഇന്നത് ചെയ്യ്, ഇന്ന പോലെ ചെയ്യല്ലേ, മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണല്ലേ അവര് ചെയ്യുന്നത്. അവര് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും കമാൻഡുകൾ കൊടുക്കല്ലേ. അപ്പൊ കമാൻഡ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവര്? അടിയന്തര പ്രതികരണം കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ, നിയന്ത്രിക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഏകോപിപ്പിക്കുന്നുണ്ട് അല്ലെ. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ഏകോപനം കൊണ്ടുവരണ്ടേ? പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യണം അല്ലെ, ആളുകളെ രക്ഷിക്കണം, അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അല്ലെ, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ഉണ്ടോ? മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ്. നിങ്ങൾക്ക് എന്നെ വായിച്ചപ്പോ ക്ലിയർ ആയില്ലേ? ഇങ്ങനെ നോക്കുമ്പോ ഒന്നും ക്ലിയർ, അതുകൊണ്ടാണ് കേട്ടോ മിസ് കുറച്ചും കൂടെ പറയുന്നത്. എന്താ? അടിയന്തര പ്രതികരണം, അതായത് എമർജൻസി റെസ്പോണ്ടിന് വേണ്ട അല്ലെ കമാൻഡ്, നിയന്ത്രണം, ഏകോപനം എന്നിവയ്ക്കുള്ള ഒരു സാധാരണ സമീപനമാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഇത് എന്തിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നത്? ഒന്നിലധികം ഏജൻസികളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ആണോ? ഈ ഒന്നിലധികം ഏജൻസികള് അല്ലെങ്കിൽ ഓർഗനൈസേഷന്, ഓക്കെ,
ഓർഗനൈസ് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങുക, സ്റ്റാർട്ട് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒന്നിലധികം ഏജൻസികൾ വരുമ്പോൾ അവരിൽ എന്ത് വരും? അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമോ? നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച മിസ്പ്പെടുകയാണ്, എന്തെങ്കിലും ഒരു ഡിബേറ്റ് നടത്താനോ എന്തെങ്കിലും വേണ്ടിയിട്ട് ഒരു ചർച്ച, എന്തെങ്കിലും ഒരു ടോപ്പിക് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ തന്നെ രണ്ട് ഭാഗമാവും അല്ലേ? ആണോ? രണ്ട് ഭാഗമായിട്ട് തിരിയോ? അതെന്താണ്? എന്തുകൊണ്ടാണ് വരുന്നത്? പല അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് അല്ലെ? ആണോ? അപ്പൊ ഒരുപാട് കമാൻഡുകൾ വരുമ്പോൾ, ഒരുപാട് ഓർഗനൈസേഷൻ വരുമ്പോൾ, ഒരുപാട് സംഘടനകൾ വരുമ്പോൾ എന്ത് വരും? ഒരുപാട് അഭിപ്രായങ്ങൾ വരില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഇവർക്കിടയില് അല്ലെ, ഇവരുടെ പ്രതികരണങ്ങള് ഫലപ്രദമാക്കേണ്ടത് നമുക്ക് ഒരേപോലെ കൊണ്ടുവരണം അല്ലെ? കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരണോ? അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒന്നിലധികം ഏജൻസികളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഫലപ്രദമാക്കാൻ കഴിയുന്ന ഒരു പൊതു ശ്രേണി, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ശ്രേണി എന്ത് കൊണ്ടുവരുന്നു? നമ്മുടെ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം നൽകുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? അടിയന്തര പ്രതികരണത്തിന്റെ എന്താണ്? കമാൻഡ്, നിർദ്ദേശം, നിയന്ത്രണം, ഏകോപനം എന്നിവയ്ക്കുള്ള ഒരു സാധാരണ സമീപനത്തെയാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിലധികം ഏജൻസികളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഫലപ്രദമാക്കാൻ കഴിയുന്ന ഒരു പൊതു ശ്രേണിയാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. HICS. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അല്ലെ? HICS എന്ന് പറഞ്ഞത് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. അപ്പൊ എന്തായിരിക്കും ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം? എന്തായിരിക്കും? നമ്മ ICS എന്ന് പറഞ്ഞത് പൊതുവായിട്ടുള്ള ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? പൊതുവായ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാല് നമ്മ ചെയ്യുന്ന ഒരു സാധാരണ സമയം, സ്റ്റാൻഡേർഡൈസ്ഡ് അപ്രോച്ച് ആണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. അപ്പൊ ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എവിടെയായിരിക്കും ഇത് കൊണ്ടുവരുന്നത്? ഹോസ്പിറ്റലിൽ അല്ലെ? ഹോസ്പിറ്റലില് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ ഉണ്ടാവുന്ന ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് അപ്രോച്ച് ഇതാവും. HICS എഴുതി വെക്കുക, ക്വസ്റ്റ്യൻ വരും കേട്ടോ. HICS is an incident management system based on principle of the incident command system. എന്താണ്? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിനെ അടിസ്ഥാനമാക്കി ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻസിഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് HICS. അതന്നെ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നത്. which assist hospital and health care organization in improving their emergency management planning, response and recovery capabilities for unplanned and planned events അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലുകളില് അതല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ? നമുക്ക് ഹെൽത്ത് കെയർ, പല ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് അറിയാലോ. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ ഉണ്ട് അല്ലെ? ലബോറട്ടറി ഉണ്ട് അല്ലെ? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട് അല്ലെ? പാലിയേറ്റീവ് കെയർസ് ഉണ്ട് അല്ലേ? ഡയാലിസിസ് സെന്റേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് അവര് പ്രതീക്ഷിച്ചോ അല്ലെ? പ്ലാൻ ചെയ്തോ പ്ലാൻ ചെയ്യാതെയോ അല്ലെ? അൺപ്ലാനഡ് ആയിട്ട് എന്തെങ്കിലും ഇവന്റ്സുകള്, സംഭവങ്ങള് വന്നു കഴിഞ്ഞാല് ആ ഒരു എമർജൻസി സിറ്റുവേഷനെ മാനേജ് ചെയ്യുന്നതിനുള്ള പ്ലാനിങ്, റെസ്പോൺസ്, അതിനെ റിക്കവറി ചെയ്യുന്ന, വീണ്ടെടുക്കുന്നതിനുള്ള സഹായിക്കുന്ന ഒരു അപ്രോച്ചിനെയാണ് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയറായോ?
ഹോസ്പിറ്റലിലോ അതല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലോ അവർ പ്രതീക്ഷിച്ചോ പ്രതീക്ഷിക്കാതെയോ വരുന്ന എന്തെങ്കിലും ഇവന്റ്സുകളെ സംഭവങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്ന റെസ്പോൺസുകള് റിക്കവറി അതിനു വേണ്ട ഒരു സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ചിനെയാണ് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റല് ഒരു മെഡിക്കൽ ഗ്യാസ് ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? തടയണോ? കൺട്രോൾ ചെയ്യണോ? അത് ആ ലീക്ക് സംഭവിച്ച ആ ഒരു സെക്ഷൻ അവര് ഐഡന്റിഫൈ ചെയ്യണോ? കൺട്രോൾ ചെയ്യണം. ആ ലീക്ക് ഏത് ഭാഗത്ത് നിന്നാണോ വന്നത് അത് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ? അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്? അലാം സിസ്റ്റം പറ്റിയില്ലേ നമുക്ക്? എമർജൻസി പ്രിവെൻഷൻ ചെയ്യണം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അവിടുത്തെ വാൽവുകളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അല്ലെ, വാൽവുകളൊക്കെ ഓഫ് ചെയ്ത് അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണ്ടേ? ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ് മിസ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള റെസ്പോൺസിനെയും അങ്ങനെയുള്ള വീണ്ടെടുക്കലിനെയും ഒക്കെയാണ് എന്ത് പറയുന്നത്? ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആയില്ലേ? നെക്സ്റ്റ് ഇൻസിഡന്റ് സ്റ്റാഫ്. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അല്ലെ. അപ്പൊ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിലെ സ്റ്റാഫുകൾ ആരൊക്കെയാണ് നോക്കിയേ. ഇൻസിഡന്റ് കമാൻഡർ എന്ത് ചെയ്യണം? ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നിർദ്ദേശം കൊടുക്കാൻ പറ്റിയ ഒരു ഹെഡ് ഉണ്ടായിരിക്കണം അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ? അവിടെ വരുന്ന ആളുകൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണ്ടേ, നിർദ്ദേശങ്ങൾ കൊടുക്കണ്ടേ? അപ്പൊ ഫസ്റ്റ് വരുന്നത് ആരാണ്? ഹെഡ് അല്ലെ. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ ഹെഡ് പോലെ ഇൻസിഡന്റ് കമാൻഡർ. മിസ് ഇത് ഓരോന്നിങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഇൻസിഡന്റ് കമാൻഡർ അല്ലെ manage all aspects of the hospital participation in operating the disaster operation അല്ലെ. എന്താണ്? ദുരന്ത പ്രവർത്തനങ്ങളിലെ ഡിസാസ്റ്റർ ഓപ്പറേഷനിലെ ദുരന്ത പ്രവർത്തനങ്ങളിലെ ഹോസ്പിറ്റൽ പങ്കാളിത്തത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുക. നമുക്കറിയാം ഹോസ്പിറ്റൽ ഒരു ദുരന്തം ഡിസാസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്യൂരിറ്റി, ഡയറ്ററി, അതൊക്കെ എന്താണ്? സാനിറ്റേഷൻ, അതൊക്കെ മെഡിക്കൽ ആണോ? ആ പ്രവർത്തനങ്ങളൊക്കെ ആണോ? മെഡിക്കൽ ആസ്പെക്ട്സുകളാണോ? ക്ലീനിങ് നോൺ മെഡിക്കൽ ആണ് അല്ലേ? എന്താണ് ഷെഫിന? നോൺ മെഡിക്കൽ ആണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള എല്ലാ മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ ആയിക്കോട്ടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളെയാണ്, മാനേജ് ചെയ്യുന്ന ആളെയാണ് ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇൻസിഡന്റ് കമാൻഡർ. നെക്സ്റ്റ് പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെ, PRO. എന്താണ് പബ്ലിക് റിലേഷൻ ഓഫീസർ? സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫർമേഷൻ മെഡിക്കൽ ഓർ അതർവൈസ്. എന്താണ്? മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ ആയിക്കോട്ടെ ഇൻഫർമേഷൻസ് വിവരങ്ങള് കൈമാറാ അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാ? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്, PRO. ആരാണ്? സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫർമേഷൻസ് അല്ലെ. ഇൻഫർമേഷൻസ് പറഞ്ഞാൽ എന്താണ്? വിവരങ്ങൾ അല്ലെ. വിവരങ്ങൾ എന്താണ്? പീപ്പിൾസിനെ അതായത് പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആകാം. പിന്നെ കൂടാതെ എന്താണ്? വിവരങ്ങള്. പിന്നെ കൂടാതെ എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ, ഗുഡ്സുകളൊക്കെ എത്തിച്ചു കൊടുക്കണം അല്ലെ. ഹോസ്പിറ്റലിന്റെ എല്ലാ വശത്തേക്കും
ഔട്ട് ആക്സിഡന്റ് ആൻഡ് എമർജൻസി, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ്, വിവരങ്ങള് കൈമാറുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? PRO, പബ്ലിക് റിലേഷൻ ഓഫീസർ. നെക്സ്റ്റ് പറയുന്നത് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി അല്ലെ. ആളുടെ ഡ്യൂട്ടീസ് എന്തായിരിക്കും? ഓപ്പറേറ്റിംഗ് and alerting all the security staff within the hospital and deploying them. എന്താണ്? ആശുപത്രിയിലെ എല്ലാ സുരക്ഷാ ജീവനക്കാരെയും പ്രവർത്തനക്ഷമമാക്കണം അല്ലെ. വേണ്ടേ? അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അല്ലെ. അവരെവിടെ വർക്ക് ചെയ്യണം അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ അവർ കൺട്രോൾ ചെയ്യണം അല്ലെ, അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ എല്ലാ ജീവനക്കാരെയും പ്രവർത്തനക്ഷമമാക്കുകയും അവരെ അലേർട്ട് ചെയ്യണം അല്ലെ, അവരെ ആക്കണം അല്ലെ. ഏത് സമയത്ത് എന്ത് സിറ്റുവേഷൻ വന്നാലും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവരെ അലേർട്ട് ചെയ്യണ്ടേ, ജാഗ്രതരാക്കണ്ടേ? ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് എന്താണ്? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ മിസ് പറഞ്ഞത്? അലേർട്ട് ചെയ്യുകയും അവരെ വിന്യസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഓഫീസറുടെ ഡ്യൂട്ടി. അപ്പൊ നമുക്കറിയാം അതിൽ ആ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഹെഡ് ആയിരിക്കും ഈ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിൽ വരുന്നത് അല്ലേ? ഡിപ്ലോയിങ് എന്ന് പറഞ്ഞാല് വിന്യസിപ്പിക്കുക. അപ്പൊ എന്താണ്? അപ്പൊ നമുക്കറിയാം ഈ സെക്യൂരിറ്റി സ്റ്റാഫ് ആയിരിക്കാം. അപ്പൊ ഒരുപാട് സെക്യൂരിറ്റി സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലില്. നമുക്ക് കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ കണ്ടിട്ടില്ലേ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ ഉണ്ടാവും അല്ലെ, 2, 3, 4 സെക്യൂരിറ്റി സ്റ്റാഫുകൾ ഉണ്ടാവും. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ ഉണ്ടാവും അല്ലെ. എൻട്രൻസിൽ ഉണ്ടാവും സെക്യൂരിറ്റി സ്റ്റാഫുകൾ. ഉണ്ടാവോ? വീൽ ചെയേഴ്സില് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ കയറ്റാനുണ്ടാവും അല്ലെ. ഹോസ്പിറ്റലിന്റെ എൻട്രൻസിൽ ഉണ്ടാവും സെക്യൂരിറ്റി സ്റ്റാഫ്. ഉണ്ടാവോ? അപ്പൊ ഇവർക്ക് വേണ്ട ഡ്യൂട്ടീസ് ഒക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, പ്രവർത്തനക്ഷമമാക്കണം അല്ലെ. ഏത് നേരത്ത് ഏത് സിറ്റുവേഷൻ വന്നാലും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവരെ ജാഗ്രതരാക്കണ്ടേ. അവർക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അല്ലെ, നിർദ്ദേശങ്ങൾ കൊടുത്ത് വേണോ അവരെ വിന്യസിപ്പിക്കുകയും ചെയ്യണം അല്ലെ. ആ ഒരു ഡ്യൂട്ടിയാണ് നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഓഫീസറുടെ. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ലൈസൺ ഓഫീസർ. ഓക്കെ. Collaborate with the other agencies to the victim of MCA or disaster, providing rescue and relief. എന്ന് വെച്ചാല് നമുക്കറിയാം ഒരു മാസ് ഇൻസിഡന്റ് നടന്നാലോ അല്ലെ, അതല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാലോ അതിനൊരുപാട് വിക്ടിംസ് ഉണ്ടാവുമല്ലോ. മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ്, അതല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. ഇരകള്, വിക്ടിം എന്നറിയാലോ, ഇരകള്. അപ്പൊ MCA മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ദുരന്തത്തിന്റെ ഇരകൾക്ക് മറ്റ് ഏജൻസികളുമായി സഹകരിച്ച് രക്ഷാപ്രവർത്തനങ്ങളും ആശ്വാസവും നൽകുക എന്നുള്ളതാണ് ലൈസൺ ഓഫീസറുടെ ഡ്യൂട്ടി. ക്ലിയർ ആയോ? എന്താണ്? നമുക്ക് ചിലപ്പോ നമുക്ക് ഈ ഇരകൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമായിരിക്കും കെയർ കൊടുക്കേണ്ടത്. ചിലപ്പോ ഒരുപാട് ഏജൻസികളെ സഹായം കൂടി വേണ്ടി വരും അല്ലെ. ചിലപ്പോ അവരെന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അല്ലെ ഷിഫ്റ്റിംഗ് നടത്തണം. ചിലപ്പോ അവർക്ക് എന്താണ് അവർക്ക് വേണ്ട റിസോഴ്സുകൾ ചിലപ്പോ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ എത്തിച്ചു കൊടുക്കണ്ടേ ഹോസ്പിറ്റലിലേക്ക്? അപ്പൊ എന്താണ്?
അതർ ഏജൻസീസ് മറ്റു ഏജൻസികളുടെ സഹകരണത്തോടെ മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് അല്ലെങ്കിൽ ദുരന്തം സംഭവിച്ച വിക്ടിംസിന് വേണ്ട റെസ്ക്യൂ ആൻഡ് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ലൈസൺ ഓഫീസറുടെ ഡ്യൂട്ടി. ക്ലിയർ ആയോ? നെക്സ്റ്റ്, പ്ലാനിംഗ് ചീഫ് റെസ്പോൺസിബിൾ ഫോർ ദി മാൻ പവർ പ്ലാനിങ് അല്ലെ, മനുഷ്യശക്തി ആസൂത്രണത്തിന്റെ പൂർണ്ണ ചുമതല. മാൻ പവർ, ഹോസ്പിറ്റലിലെ മാൻ പവർ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യശക്തി, സ്റ്റാഫുകൾ അല്ലെ, ഡോക്ടേഴ്സ് ആവാം, നഴ്സുമാരാവാം, ലബോറട്ടറി സ്റ്റാഫുകളാകാം അല്ലെ, നഴ്സുമാര് അല്ലെ, ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ഉത്തരവാദിത്തങ്ങളുടെ പൂർണ്ണ ചുമതല പ്ലാനിംഗ് ചീഫിനാണ്. ഓരോ സ്റ്റാഫുകളും എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യണം, എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പ്ലാനിംഗ് ചീഫാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷൻസ് ചീഫ്. ഓപ്പറേഷൻ ചീഫിന്റെ ഡ്യൂട്ടി എന്തായിരിക്കും? കംപ്ലീറ്റ് ഇൻചാർജ് ഓഫ് ഓൾ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ് അല്ലെ, എല്ലാ രോഗി പരിചരണ പ്രവർത്തനങ്ങളുടെയും പൂർണ്ണ ചുമതല ഓപ്പറേഷൻ ചീഫിനാണ്. ഇതൊക്കറിയാം, പല രീതിയിലുള്ള പേഷ്യന്റ് കെയർ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ. റെസൂസിറ്റേഷൻ കൊടുക്കുന്നുണ്ട്, ട്രയേജ് കൊടുക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്, സർജറീസ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, സ്കാനിങ്ങുകൾ നടത്തുന്നുണ്ട് അല്ലെ. ഉണ്ടോ? അപ്പൊ എല്ലാ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസിന്റെയും എല്ലാ രോഗി പരിചരണ പ്രവർത്തനങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? ഓപ്പറേഷൻ ചീഫിനാണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ്, ലോജിസ്റ്റിക് ചീഫ് ഇൻ ചാർജ് ഓഫ് ഓൾ സപ്പോർട്ട് സർവീസസ് ഓഫ് ദി ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലിലെ സപ്പോർട്ട് സർവീസുകളുടെ ചുമതല നമ്മുടെ ലോജിസ്റ്റിക്സ് ചീഫിനാണ്. നമുക്കറിയാം, ഫാർമസിയിലെ ലബോറട്ടറി, റേഡിയോ, എന്താണ്, ഡയാലിസിസ്, ബ്ലഡ് ബാങ്ക് അല്ലെ, ഡയറ്ററി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ട് സർവീസുകളുടെ പ്രവർത്തനങ്ങൾ ഇൻചാർജ് നമ്മുടെ ലോജിസ്റ്റിക് ചീഫിനാണ്. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻസ് ഓഫീസർ. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ആളുടെ ഡ്യൂട്ടി ആ പേരിൽ തന്നെ ഇല്ലേ, ഫിനാൻസ് ഓഫീസർ എന്ന് പറയുമ്പോ. അപ്പൊ എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ? ഫിനാൻസ് ഓഫീസർ ഫണ്ട്സ് ഹാൻഡിൽ ചെയ്യാല്ലേ, ഫണ്ട്സുകൾ പ്രൊവൈഡ് ചെയ്യാല്ലേ. ഈസ് അക്കൗണ്ടബിൾ ഫോർ അലോക്കേഷൻ of emergency funds and clear the way for emergency purchases. എന്താണ്? എമർജൻസി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ അനുവദിക്കുകയും പിന്നെന്താണ്? അടിയന്തര വാങ്ങലുകൾ വഴി വ്യക്തമാക്കുകയും ചെയ്യാം. നമുക്കറിയാം, ചിലപ്പോ നമുക്ക് മെഡിസിനുകൾ അല്ലെ, എമർജൻസി ആയിട്ട് മെഡിസിനുകൾ വാങ്ങേണ്ടി വരും, എക്യുപ്മെന്റ്സുകൾ വാങ്ങേണ്ടി വരും അല്ലെ, പല കാര്യങ്ങളും, മെറ്റീരിയൽസ് അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള പർച്ചേസിങ്, അടിയന്തര പർച്ചേസിങ് നടക്കുന്നതും ഫണ്ടുകൾ അനുവദിക്കുന്നതും ആരാണ്? ഫിനാൻസ് ഓഫീസർ ആണ്. ക്ലിയർ ആയോ? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിലെ സ്റ്റാഫുകൾ ഓക്കെ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. മിസ് എടുത്ത ഭാഗം പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. എന്നിട്ട് നെക്സ്റ്റ് എടുക്കാം, പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ് എടുക്കാം. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ.
നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ ആണോ? ലാസ്റ്റ് പറയുന്നതിൽ നല്ലതല്ലേ വെച്ചിട്ടാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ് എടുക്കാലോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ്. Each and every position in the organizational chart. നമ്മ പറഞ്ഞു ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിൽ ഒരുപാട് അല്ലെ 8 അംഗങ്ങൾ പറഞ്ഞില്ലേ? ഇൻസിഡന്റ് കമാൻഡർ, ഫിനാൻസ് ഓഫീസർ, സെക്യൂരിറ്റി അല്ലെ ഓഫീസർ, ലൈസൺ ഓഫീസർ അല്ലെ, അപ്പൊ PRO. അപ്പൊ ഈച്ച് ആൻഡ് എവരി പൊസിഷൻ ഓഫ് ഇൻ ദി ഓർഗനൈസേഷൻ ചാർട്ട്. ഇങ്ങനെയുള്ള ഓരോ സ്ഥാനവും അല്ലെ ആരൊക്കെയാണ് എന്ന് പറയുക അല്ലെ. ഈച്ച് ആൻഡ് എവരി പൊസിഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ ചാർട്ട്. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിലെ ഓരോ വ്യക്തികൾ അല്ലെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്ന് മെൻഷൻ ചെയ്യുക ജോബ് കാർഡുകളില്. നെക്സ്റ്റ് കോംപ്രഹെൻസീവ് സ്റ്റോർഡ് സേഫ്റ്റി ഇൻ ഡിസാസ്റ്റർ മാനുവൽ, കളർ കോഡഡ് ആൻഡ് ലാമിനേറ്റഡ്. കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള സേഫ്റ്റി ഡിസാസ്റ്റർ മാനുവല് കളർ കോഡുകൾ സഹിതം ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. മിസ് പറഞ്ഞുതരാം. നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഒരു ടേബിൾ പഠിക്കാനുണ്ട്. കണ്ടിരുന്നോ? ശ്രദ്ധിച്ചിരുന്ന ആരെങ്കിലും? ശ്രദ്ധിച്ചിരുന്നോ? കണ്ടോ? കോഡ് റെഡ്, കോഡ് പിങ്ക് അല്ലെ, കോഡ് ഓറഞ്ച്, കോഡ് ബ്ലൂ. അപ്പൊ ഈ ഓരോ കോഡുകളിലും എന്തൊക്കെയാണ്, ഏത് സമയത്താണ് കോഡ് റെഡ് അലേർട്ട് ചെയ്യുന്നത്, കോഡ് പിങ്ക് അലേർട്ട് ചെയ്യുന്നത് എന്ന് ഓരോ നമ്മ കോഡിന്റെ ഓരോ കാര്യങ്ങളിലും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കളർ കോഡുകൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങള്, ആ സമയത്ത് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങള് എന്ത് ചെയ്യുക, അവരെ ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ക്ലിയർ ആയോ? കോംപ്രഹെൻസീവ് ആയിട്ടുള്ള. മിസ് അത് എടുക്കുമ്പോ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. മിസ് അത് ഇടയിൽ നിന്ന് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ആ സമയത്ത് മിസ് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഇതൊക്കെയാണോ? ഓരോ കളർ കോഡുകൾക്കും വേണ്ട കോംപ്രഹെൻസീവ് സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങള് ലാമിനേറ്റ് ചെയ്ത് സുരക്ഷിതമായി സൂക്ഷിക്കുക. നെക്സ്റ്റ്, ഇൻ ഓൾ ഏരിയാസ് റിലേറ്റഡ് വിത്ത് ദി എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ. എന്താണ്? ഓരോ ഏരിയ റിലേറ്റ് ചെയ്തിട്ട് എമർജൻസി പ്ലാനുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്, അതായിരിക്കോ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്? ആയിരിക്കോ? എല്ലാ പ്രവർത്തനങ്ങളും ഒന്ന് തന്നെയായിരിക്കോ? അല്ല അല്ലെ, വ്യത്യാസം ഉണ്ടാവും അല്ലെ. അവിടെ വരുന്ന പേഷ്യൻസിന്റെ കാര്യത്തില് അല്ലെ, അവർക്ക് കൊടുക്കേണ്ട കെയർസിന്റെ കാര്യത്തില്, ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അപ്പൊ ഓരോ ഏരിയ റിലേറ്റ് ചെയ്തിട്ടുള്ള എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? നെക്സ്റ്റ്, checklist of instructions for the key individuals. നമുക്കറിയാം കീ ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാന വ്യക്തികൾ അല്ലെ, ആണോ? അപ്പൊ ഓരോ പ്രധാന വ്യക്തികളും നമുക്കറിയാം. ഈ ഇൻസിഡന്റ് കമാൻഡർ, അതല്ലെങ്കിൽ ലൈസൺ ഓഫീസർ, സേഫ്റ്റി സെക്യൂരിറ്റി ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസർ, ഇവരൊക്കെ ചെയ്യുന്ന ഡ്യൂട്ടീസ് ഒന്ന് തന്നെയാണോ? മിസ് പറഞ്ഞതിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലായത്? ഒരു പ്രവർത്തനം ആണോ? സെയിം പ്രവർത്തനങ്ങളാണോ ഇവരെല്ലാവരും ചെയ്യുന്നത്? അല്ല അല്ലെ. അപ്പൊ ഈ ഓരോ പ്രധാന വ്യക്തികളും ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് അല്ലെ, ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളുടെ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കണം അല്ലെ. അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളാണ് അവർ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റാഫുകൾ അവർ കൺട്രോൾ ചെയ്യണം അല്ലെ. ആണോ? ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പൊ അതിനു വേണ്ട ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ക്ലിയർ ആയോ? ഇൻഫർമേഷൻസ് നീഡഡ് ഫോർ ദി ഇൻഡിവിജ്വൽസ് അല്ലെ. ഈ കീ ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ തന്നെയായിരിക്കോ നമ്മ മറ്റ് സ്റ്റാഫുകൾക്കും കൊടുക്കുന്നത്? ആയിരിക്കോ? അല്ല അല്ലെ, വ്യത്യാസം ഉണ്ടാവും അല്ലെ.
ഇവര് രണ്ടുപേരും ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ ഇൻഡിവിജ്വൽസ് മറ്റ് ആളുകൾ ചെയ്യേണ്ട സ്റ്റാഫുകൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അല്ലെ അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ് നൽകുക, പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് കളർ കോഡഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ പലതരത്തിലുള്ള കളർ കോഡുകൾ ഉണ്ട് അല്ലെ. പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ കളർ കോഡുകളിലും പെടുന്ന സ്റ്റാഫുകളെ തരംതിരിക്കുക. ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ് അല്ലെ. ഇപ്പൊ പിങ്കില് വരുന്ന സ്റ്റാഫുകൾ തന്നെയായിരിക്കും റെഡില് വരുന്നത്. റെഡ് എന്ന് പറഞ്ഞാല് ഫയറുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെ. ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടാകുക, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും പുക വരിക, അല്ലെങ്കിൽ എന്താണ് കത്തുന്നത് പോലെയുള്ള ഒരു മണം വരിക, ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വരുമ്പോ ഒരു സ്മെല്ല് വരാറില്ലേ, വയറൊക്കെ കരിയുമ്പോ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു കത്തുന്നതായിട്ടുള്ള ഒരു മണം ഫീൽ ചെയ്യുക. ആ സമയത്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ കോഡ് റെഡ് അലേർട്ട് ചെയ്യുന്നത്. കോഡ് പിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ NICയിൽ നിന്നോ അല്ലെങ്കിൽ ലേബർ റൂമിൽ നിന്നോ അല്ലെങ്കിൽ പീഡിയാട്രിക് വാർഡുകളിൽ നിന്നോ ചെറിയ കുട്ടികളെ കളവ് പോവില്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? നവജാത ശിശുക്കളെയൊക്കെ മോഷണം ഇൻഫാന്റ് മിസ്. അപ്പൊ ഇൻഫാന്റ് മിസ് ആകുന്നു കുട്ടികളൊക്കെ മോഷണം പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ കാണാണ്ടാവുമ്പോഴൊക്കെയാണ് കോഡ് പിങ്ക് അലേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് സമയത്തും ഓരോ സ്റ്റാഫുകളാണ് ഉൾപ്പെടുത്തുന്നത് ആയിരിക്കോ? അല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? കളർ കോഡഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. ഡിഫറെന്റ് കാറ്റഗറിയിൽ പെടുന്ന സ്റ്റാഫുകൾക്ക് വേണ്ട കളർ കോഡ് നൽകുക. ഡിഫറെന്റ് കളർ കോഡുകളിൽ പെടുന്ന സ്റ്റാഫുകളെ കാറ്റഗറൈസ് ചെയ്യുക, തരംതിരിക്കുക. മാറിപ്പിൻസ് പറഞ്ഞത് ഓക്കെ ആയോ? ക്ലിയർ ആണോ മിസ് എടുത്തത്? എടുത്ത ഭാഗം ഓക്കെ ആണോ? അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ, മിസ് കറക്റ്റ് പറഞ്ഞുതരാം. ക്ലിയർ ആണ്? ഓക്കെ. വായിച്ചു നോക്കണം കേട്ടാ. മിസ് എടുക്കുന്ന ഭാഗങ്ങള് മിസ് ഒന്നുകൂടി പറയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്. അതുകൊണ്ടാണ് മിസ് വീണ്ടും വീണ്ടും ഓരോ ക്ലാസ്സിൽ കയറുമ്പോഴും പറയുന്നത് കേട്ടാ. ഞാൻ മിസ് ഇപ്പൊ പറയുന്നത് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും, എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. പക്ഷെ പിന്നെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരും, എന്താണിത് അല്ലേ? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ഒക്കെ വായിക്കുമ്പോ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻസ് വരാം. അപ്പൊ അതുകൊണ്ടാണ് മിസ് ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് ഇത്ര എടുക്കുന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.